മുഴുവൻ അടുത്തിടെ ചർച്ച ചെയ്ത 3 ആത്മഹത്യയുടെ നിഴലുകളും വിരൽ ചൂണ്ടുന്നത് കൊല്ലം കുണ്ടറയിലേക്കാണ്. ജൂലൈ ആദ്യ ആഴ്ചയിൽ കേരളം ചർച്ച ചെയ്ത വിയോഗ വാർത്തകളിൽപ്പെട്ട വിഭജികയും ജെയ്സണും ഇപ്പോൾ രജിതയും ഒരേ പ്രദേശവാസികൾ. സാമ്പത്തിക പ്രശ്നങ്ങളും പൊരുത്തക്കേടുകളും സമ്മർദ്ദങ്ങളും മൂലം ആത്മഹത്യ ചെയ്ത് ജീവിതത്തിൽ നിസ്സഹരായി പോയവർ. ദിവസങ്ങളുടെ ഇടവേളയിൽ സ്വയം മരണം വരിച്ചത് 3 കുണ്ടറ സ്വദേശികൾ. കഴിഞ്ഞ ചൊവ്വാഴ്ചയായിരുന്നു ഷാർജയിൽ വിഭജികയും 1.5 വയസ്സുള്ള മകളും മരിക്കുന്നത്. സ്ത്രീധനത്തിന്റെ കുറവും ഭർത്തൃകുടുംബത്തിന്റെ മോശം പെരുമാറ്റവുമാണ് ആത്മഹത്യയുടെ പിന്നിലെന്ന് വ്യക്തമാക്കുന്ന ആത്മഹത്യാക്കുറിപ്പും കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാവിലെയാണ് സർക്കിൾ ഇൻസ്പെക്ടർ ജെയ്സനെ വീടിന്റെ സ്വീകരണ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. മേലുദ്യോഗസ്ഥരുടെ നിരന്തര സമ്മർദ്ദത്തിലാണ് ആത്മഹത്യ ചെയ്തതെന്ന ആരോപണം ജെയ്സന്റെ അമ്മ ഉന്നയിക്കുന്നുണ്ട്. ശനിയാഴ്ച രാവിലെയാണ് ബാങ്ക് സെക്രട്ടറി രജിത സ്വന്തം വീട്ടിൽ ആത്മഹത്യ ചെയ്തത്. ഒറ്റനോട്ടത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റും കാരണമാക്കാനില്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. അങ്ങനെ 3 ആത്മഹത്യകൾ, ഒരേ പ്രദേശം, വ്യക്തമല്ലാത്തതും തെളിയാത്തതുമായ കാരണങ്ങൾ. പോലീസ് അന്വേഷണം തുടരുകയാണ്. ദുരൂഹത നീങ്ങി പുറത്തുവരുന്ന സത്യത്തിനായി നാടും വീട്ടുകാരും ഒരുപോലെ കാത്തിരിക്കുകയാണ്. പല അവശേഷിപ്പുകളാലും പ്രശസ്തമായ കുണ്ടറയിൽ ഇപ്പോൾ ആത്മഹത്യ തരംഗമാണ്. അന്വേഷണങ്ങളും ചോദ്യങ്ങളും ഒരുപോലെ പോലീസിനെ വേട്ടയാടുകയാണ്. ഇനി എന്ത് സംഭവിക്കും? ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ. ന്യൂസ് ഡെസ്ക്, വിസ്മയ ന്യൂസ്.